അതെ, ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന വിഭവം ഗാർലിക് റൈസ് ആണേ. നല്ല ടേസ്റ്റാണ് ഇതിന്. ചില്ലി ചിക്കൻ, പോർക്ക് വിൻഡാലു, അഡോബോ എന്നിവയുടെ ഒക്കെ നല്ല കോമ്പിനേഷനാണിത്. അതിനായിട്ട് മീഡിയം സൈസുള്ള വെളുത്തുള്ളി എടുത്തു. 3 ഡിഫറെൻറ്റ് കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു പാൻഡൻ ലീഫ് എടുത്തിട്ടുണ്ട്, അതായത് ബിരിയാണി കൈത ഇല. അത് നല്ല മണം കൊടുക്കും. ഒരു പിടി മല്ലിയില. 1 കപ്പ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. അതിനുള്ള ഗാർലിക് റൈസാണ് ഉണ്ടാക്കുന്നത്. ഇനി വെളുത്തുള്ളി എല്ലാം തൊലി കളഞ്ഞ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ കുറച്ചെടുത്ത് അതും ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. കാണാൻ കളർഫുൾ ആകുമല്ലോ. 1 കളർ മാത്രമായാലും കുഴപ്പമില്ല. ക്യാപ്സിക്കം ഇല്ലെങ്കിൽ 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് ചേർത്താലും മതി. പക്ഷേ ക്യാപ്സിക്കം ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി റൈസ് കുക്ക് ചെയ്തെടുക്കാമേ. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് പാൻഡൻ ലീഫ് കെട്ടിയിടുക. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും ഓയിലും ചേർക്കുക. ഓയിൽ ചേർക്കുന്നത് ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ്. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചായിരുന്നു. വെള്ളം തിളച്ച ശേഷം മാത്രം 5 മിനിറ്റ് കുതിർത്ത് വെച്ച അരി ഇടുക. 2-3 മിനിറ്റ് കൊണ്ട് ചോറ് വേകും. ചോറ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി അത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 3 ടീസ്പൂൺ ഗീ ചേർക്കുക. ഫ്ലെയിം ലോ ആക്കി വെക്കുക. ഇനി ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. തീ കൂട്ടി വെച്ചാൽ ഗാർലിക്ക് അങ്ങ് ബേണായി പോകും. ടേസ്റ്റും മാറിപ്പോകും. വെളുത്തുള്ളി വഴന്നു വരുമ്പോൾ നല്ല മണവും മയവും ആയി വരും. ആ സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. നന്നായി വഴന്നു വരാനായിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ക്യാപ്സിക്കം വല്ലാതെ വെന്തു പോകരുത്. ക്രഞ്ചി ആയിട്ടിരിക്കുകയും അതേസമയം വാടുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച റൈസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ദം ചെയ്തെടുക്കാം. ഗാർലിക് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ.